അപ്പോൾ സൗദിയിലെ ഇത്രയും ചൂടിൽ ഇങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൃഷി ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇതൊക്കെ സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ ഒരുപാട് കേൾക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സൗദിയിലെ ഞങ്ങളുടെ ഗാർഡൻ ടൂർ ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ എൻ്റെ ഫേവറേറ്റ് സ്പോട്ട്, ഞങ്ങളുടെ തോട്ടത്തിലെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയുണ്ട്. അതും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടേ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയണേ. ഈ കാണുന്നത് ഞങ്ങളുടെ തോട്ടത്തിലുള്ളതല്ല, തൊട്ടപ്പുറത്തെ തോട്ടത്തിലുള്ളതാണ്. അല്ലെങ്കിൽ കണ്ണപ്പോഴും അയൽപക്കത്തോട്ടായിരിക്കുമല്ലോ. നമുക്ക് പിന്നെ ഡേറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് തോട്ടത്തിലേക്ക് പോകാം. മുന്തിരി മരങ്ങൾ തളിർത്തോ എന്നും മാതള മരങ്ങൾ പൂവിട്ടോ എന്നും നോക്കാം. അതെ, പൂവിട്ടിട്ടുണ്ട്. പൂവ് മാത്രമല്ല, അത്യാവശ്യം മാതളവും പിടിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം പഴുത്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം ലുക്കുള്ള ഒരെണ്ണം പറിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതായിരുന്നു അവസ്ഥ. കണ്ടാലറിയാത്തവൻ കൊണ്ടാലെങ്കിലും പഠിക്കണ്ടേ? പഠിച്ചില്ല. വീണ്ടും ഒരെണ്ണം പറിച്ചിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ആയിരുന്നു. പിന്നെ കുറേ നേരത്തെ തെരച്ചിലിനൊടുവിൽ ഒരു ചെറുത് പഴുത്തത് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇവിടെ നമുക്ക് മാതളത്തിൻ്റെ വേറൊരു ചെടിയും കൂടിയുണ്ട്. പക്ഷേ അത് ചെറുതാണ്. അപ്പോൾ അതിലിങ്ങനെ മാതളങ്ങൾ പിടിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മുന്തിരി വള്ളികൾ തളിർത്തോ എന്ന് നോക്കാം. ഇത് നമ്മുടെ പച്ചമുന്തിരിയുടെ വള്ളിയാണേ. ഇതിലിപ്പോൾ മുന്തിരിയില്ല, പക്ഷെ മുന്നേ പിടിച്ചതിൻ്റെ ഫോട്ടോയും കൂടി ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് തറയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പടർന്ന് കിടക്കുന്നുണ്ട്. എങ്കിലും കുറച്ച് കമ്പും കയറും ഒക്കെ ഇട്ടിട്ട് ചെറിയൊരു പന്തലായിട്ട് ഇതിനെ പടർത്തി വിട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇതിൽ അടുത്ത മുന്തിരി ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് നമ്മുടെ കറുത്ത മുന്തിരിയുടെ വള്ളിയും കിടപ്പുണ്ടേ. അപ്പോൾ ഇതിലും മുന്തിരി പിടിച്ചു വരുന്നുണ്ട്. ഇതിലും മുന്നേ പിടിച്ചിട്ടില്ല, ഇപ്പോൾ ഫസ്റ്റ് ടൈമാണേ. അപ്പോൾ ഇനി ചെസ്റ്റ് നമ്പർ 3 പപ്പായ. അപ്പോൾ ഇവിടെ അത്യാവശ്യം കുറേ പപ്പായ ചെടികളുണ്ട്. ഈ ഒരു സാധനത്തിന് ഞങ്ങൾ നാട്ടിലായിരുന്നപ്പോൾ വലിയ വിലയും മൈൻഡും ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഈ ഒരു സാധനത്തിന് ഭയങ്കര ഡിമാൻഡാണ്. അതുകൊണ്ട് തന്നെ തോരൻ വയ്ക്കാനും പഴുപ്പിക്കാനായിട്ട് കുറച്ചധികം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്കിനി അടുത്ത വെജിറ്റബിൾസ് നോക്കാം. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് മുളകാണ്. മുളകിൻ്റെ തന്നെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത് നോക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ വഴുതനങ്ങ ചെടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാലോ. അപ്പോൾ അത്യാവശ്യം കുറേ പൂക്കൾ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വഴുതനങ്ങയും പിടിച്ച് വരുന്നുണ്ട്. ഒന്നും പാകമായിട്ടില്ല, എല്ലാം ചെറുതാണ്. അപ്പോൾ ഇനി ഇവിടെയുള്ള അടുത്ത ഐറ്റം പാവയ്ക്കാണ്. പാവലിന് ആരും ഒരു സപ്പോർട്ട് കൊടുത്ത് പടർത്തി വിടാത്തത് കൊണ്ട് അത് തനിയെ തന്നെ തറയിൽ പടർന്നു പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തറയിൽ നിന്ന് തപ്പി പിടിച്ചാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്. അങ്ങനെ പാവയ്ക്കായി. ഇനി തറയിൽ പടർന്നു പിടിച്ച അടുത്ത ഐറ്റം നോക്കിയാലോ. ഇത് ചൊരക്കയാണ്. ഇത് അത്യാവശ്യം ഇവിടെ നല്ല രീതിയിൽ തന്നെ പടർന്നു പിടിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഇവിടെ ഉള്ളത് മത്തങ്ങയാണ്. ഈ തോട്ടത്തിൽ മൊത്തമായിട്ടും പാവയ്ക്കയുടെയും ചൊരക്കയുടെയും വള്ളികൾ ഇങ്ങനെ പടർന്നു പിടിച്ച് കിടപ്പുണ്ട്. അതിലൊക്കെ ഇഷ്ടംപോലെ പൂക്കളും ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് വെണ്ടയ്ക്കുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ തോട്ടത്തിലുള്ളത് നാരങ്ങയാണ്. അത്യാവശ്യം കുറേ നാരകത്തിൻ്റെ ചെടികൾ നിൽപ്പുണ്ട്. ഇപ്പോൾ ഇതിലൊന്നും നാരങ്ങയല്ല, പക്ഷേ ഇതിനകത്ത് നിന്നൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നാരങ്ങ കിട്ടാറുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ഇവിടെ ഉള്ളത് കുറേ മല്ലിയിലയും പുതിനയിലയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒത്തു നിൽക്കുന്നതെല്ലാം മല്ലിയിലയാണ്. അതുപോലെ തന്നെ കാര്യമായിട്ട് തന്നെ ഞാൻ പുതിനയിലയുടെയും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ ഇതിനകത്തില്ല, കാരണം ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ നമുക്കിനി അടുത്തത് ഇവിടുത്തെ മുളകുകൾ നോക്കിയാലോ. എല്ലാ ചെടിയിലും നിറയെ മുളക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ മുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് മാത്രമല്ല, പഴുത്ത മുളകും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉണക്കിയിട്ട് വറ്റൽ മുളകായിട്ട് ഉപയോഗിക്കാൻ പറ്റേ. അപ്പോൾ ഇവിടെ നമുക്ക് 2-3 ടൈപ്പിലുള്ള മുളകുണ്ട്. അതിലൊന്നാണ് ഇത്. കണ്ടാൽ നമ്മുടെ നാട്ടിലെ ഉണ്ടമുളകിൻ്റെ ഒക്കെ ഒരു ലുക്കൊക്കെ ഉണ്ട് ഇതിന്, പക്ഷേ അത്രയും എരിയില്ല. അപ്പോൾ ഈ മുളകിൻ്റെയും കുറച്ചധികം ചെടികൾ ഇതിനകത്തുണ്ട്. മുളകിൻ്റെ തന്നെ വേറൊരു ടൈപ്പാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ കേട് മുളകുണ്ട്. അകത്തോട്ടൊക്കെ ഒരുപാട് നല്ലതുമുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് മുളക് പറിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള അടുത്തൊരു ടൈപ്പ് മുളകാണ് ഇത്. എന്നെ കണ്ടാൽ നമ്മുടെ കാന്താരി മുളകിൻ്റെ ചെറിയൊരു ലുക്കൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ മുളകാണ് ഇത്. അപ്പോൾ ഇതിലൊക്കെ കുറച്ച് മുളക് മാത്രമേ ഉള്ളൂ. ഇനി കൂടുതലുള്ളത് മാത്രം എടുത്താൽ ഇതിനൊക്കെ ഫീലായാലോ. അതുകൊണ്ട് ഞാൻ ഇതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് ചെടികൾ ഇനിയും കുറേ ഉണ്ട്. പക്ഷേ അതെല്ലാം കൂടി കാണിക്കാൻ നിന്നാൽ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോവും. ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സംഭവം കൂടി കാണിക്കാനുണ്ട്, അതുകൊണ്ടാണേ. അപ്പോൾ നമ്മുടെ തോട്ടത്തിലെ അടുത്ത ഐറ്റം ഇതാണ്, മുരിങ്ങ. മുളകിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മുരിങ്ങയും ഇവിടെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ തോട്ടത്തിൻ്റെ 2 സൈഡിലായിട്ട് ബോർഡർ പോലെ കുറേ മുരിങ്ങയുണ്ട്. ഞങ്ങളുടെ ഉച്ചയൂണ് വീഡിയോ നോക്കിയാൽ അറിയാം, അതിൽ മിക്ക ദിവസവും ഉള്ളൊരു സാധനമാണ് ഈ മുരിങ്ങയില തോരൻ. ഇവിടെ നിന്ന് ഞാൻ വേറെ എന്തെടുക്കാൻ മറന്നാലും മുരിങ്ങയില എടുക്കാൻ മറക്കത്തില്ല. അപ്പോൾ നമ്മുടെ കൊച്ചു തോട്ടത്തിൽ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിലും കൂടുതൽ മുൻപ് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ സമ്മറിൽ കുറേയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങളുടെ കിച്ചണിലേക്ക് അത്യാവശ്യം പച്ചക്കറികൾ ഇവിടെ നിന്ന് കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയാണ്. അതിനെപ്പറ്റി ഇത്രയും ആധികാരികമായി പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം നോക്കുന്നത് ഞാനാണെന്ന്. പക്ഷേ അങ്ങനെയല്ല. ഇത് ദമാമിലല്ല, അസയിലാണേ. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും വന്ന് ഇവിടുത്തെ സാധനങ്ങൾ കൊണ്ടുപോകാന്നുള്ളൊരു ബന്ധം മാത്രമേ ഞാനും ഇതും തമ്മിലുള്ളൂ. അടുത്തുള്ളൊരു യുപിക്കാരൻ ചേട്ടനുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കൈകളാണ് ഇതിനെല്ലാം പിന്നിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മുടെ തോട്ടം. ഇതിനോട് ചേർന്ന് തന്നെ ഒരു വീടും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ദമാം അസയിൽ വരുമ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഇത് നമ്മുടെ തോട്ടത്തിന് മുന്നിലൂടെയുള്ള വഴിയാണേ. ഇതുവഴിയൊക്കെ നടക്കുമ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ നാട്ടിലെത്തിയ ഒരു ഫീലാണേ. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ ഫേവറേറ്റ് സ്പോട്ട് കണ്ടാലോ. എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ തബൂർ. ഇത് ഞങ്ങളുടെ എല്ലാം ഫേവറേറ്റ് ആവാനുള്ള കാരണം ഇത് ഞങ്ങൾക്ക് സമ്മാനിച്ച കുറേ നല്ല വൈകുന്നേരങ്ങളാണ്.
വീക്കെൻഡ്സിലെ ഞങ്ങളുടെ വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് കൂടലും എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഇതിൽ മന്തി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പും പിന്നെ അത് റെഡിയായി വരാനുള്ള ആ ഒരു കാത്തിരിപ്പും ഇതിനിടയിലെ സ്വറപറച്ചിലും തമാശകളും പരസ്പരമുള്ള കളിയാക്കലുകളും അവസാനം എല്ലാവരും കൂടി സന്തോഷത്തോടെ ഒന്നിച്ചിരുന്ന് തന്നെ ഇതെല്ലാം കഴിക്കലും അങ്ങനെ ഓരോന്നും ഈ സ്ഥലം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നു. പൊതുവെ മന്തി അത്ര ഇഷ്ടമല്ലാത്ത ബിരിയാണി ഫാനായ എനിക്ക് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു മന്തി നല്ല ഇഷ്ടമാണ്. മുൻപ് എല്ലാ വീക്കെൻഡ്സിലും സ്ഥിരമായി മുടങ്ങാതെ തന്നെ ഇവിടെ വന്നുകൊണ്ടിരുന്ന ഞങ്ങൾ ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ആ വരവ് വല്ലപ്പോഴുമായി. എന്നാലും ഇവിടെ സ്റ്റേ ചെയ്യുന്ന ഓരോ ദിവസവും ഞങ്ങൾക്ക് എപ്പോഴും സ്പെഷ്യലാണ്. ഈ വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യന് ഇപ്പോൾ ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഈ കൊച്ചു തോട്ടത്തിൽ. നിങ്ങളുടെ ഈ ചെറിയ തോട്ടത്തിലെ ചെറിയ വിശേഷങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്